ശ്രീ ശ്രീകുമാർ, ഇതിനകത്ത് ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ 2010 മുതൽ അവിടെ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നതാണ്. അതിനു മുമ്പ് 10 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോഴും ആശുപത്രിയെക്കുറിച്ച് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ 2010 മുതൽ അതിന് മുമ്പ് 10 വർഷം 25 വർഷമായി ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ഈ ലിഫ്റ്റിൽ കയറാൻ തയ്യാറായില്ല. കാര്യം എനിക്കിത് മുമ്പ് 1-2 അപകടങ്ങൾ ഇങ്ങനെ പറ്റിയതായിട്ട് എനിക്ക് നേരിട്ട് അറിയാം. പല ആൾക്കാരും ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി മണിക്കൂറുകൾക്കകം തിരിച്ചു എടുക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഒ പിയിലെ ലിഫ്റ്റ് തകരാറിലായിരുന്നു എന്ന് സൂപ്രണ്ട് പറയുന്നത് പച്ചക്കള്ളമാണ്. പ്രത്യേകിച്ചും ഇത് ഓർത്തോ ഒ പിയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള രോഗികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ലിഫ്റ്റാണ്. ട്രോളി ഉൾപ്പെടെ കയറ്റിക്കൊണ്ടുവന്ന് രോഗികളെ ഓർത്തോ ഒ പിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലിഫ്റ്റാണ്. ആ ലിഫ്റ്റ് എല്ലാ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ്. അപ്പോൾ പ്രവർത്തനരഹിതമായിരുന്നു എന്ന് പറഞ്ഞ് ആദ്യം തന്നെ സൂപ്രണ്ട് ഒരു പച്ചക്കള്ളം സമൂഹത്തോട് പറയുകയാണ്. പുള്ളി യഥാർത്ഥത്തിൽ ഒരു സൂപ്രണ്ട് അവിടെ നിലവിലുണ്ട് എന്നുള്ള അവസ്ഥ തന്നെ ഇല്ലാത്തൊരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 3 മാസക്കാലമായിട്ടാണ് പുതിയൊരു സൂപ്രണ്ട് ചാർജ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി സൂപ്രണ്ട് ഏറ്റെടുക്കണം എന്നുള്ളത്. അല്ലാതെ 2 ജീവനക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സാർജന്റിൻ്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇതിൽ നിന്ന് കൈ കഴുകുവാനുള്ള സൂപ്രണ്ടിൻ്റെ പരിപാടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് സമീപത്താണ് ഈ 2 ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഒ പി ബ്ലോക്കിൽ മൊത്തത്തിൽ 4 ലിഫ്റ്റാണുള്ളത്. 2 എണ്ണം ജീവനക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള ചെറിയ ലിഫ്റ്റും 2 എണ്ണം സർജറി മെഡിസിൻ ഒ പിയിലേക്കും കാർഡിയോളജി വിഭാഗത്തിലേക്കും വരുന്ന ലിഫ്റ്റുകളാണ്. ഈ ഓർത്തോയിലേക്കും കാർഡിയോളജിയിലേക്കും വരുന്ന പ്രധാനപ്പെട്ട ലിഫ്റ്റാണ് ഇപ്പോൾ തകരാറിലായിപ്പോയത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അന്ന് ശനിയാഴ്ച 11-12 മണിയോടുകൂടി തകരാറിലായിട്ടും അതിനുശേഷം എത്രയോ രോഗികൾ ഈ ഓർത്തോയിൽ എന്ന് പറയുമ്പോൾ കാലൊടിഞ്ഞിട്ട് സ്ട്രെച്ചറിൽ കിടന്നുകൊണ്ട് വരുന്നത്, നട്ടലിന് ഒടിവ് പറ്റി അങ്ങനെയുള്ള രോഗികൾ വരുന്ന ഒരു ലിഫ്റ്റാണ്. ആ ലിഫ്റ്റിൽ അതുപോലെ തന്നെ കാർഡിയോളജി വിഭാഗത്തിൻ്റെയും കാർഡിയോളജിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന രോഗി. അപ്പോൾ ഇവർക്ക് ഈ പടി ഇറങ്ങി വരുന്നത് സാധ്യമായ കാര്യമില്ല. അപ്പോൾ ആ ലിഫ്റ്റ് അന്ന് സ്റ്റക്കായി ഇരുന്നിട്ട് പോലും അവിടുത്തെ ജീവനക്കാർ അത് മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതാണ്. ഇത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകെ 21 ലിഫ്റ്റുകളുണ്ട്. അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും മൾട്ടി സ്പെഷ്യാലിറ്റിയിലും അത് പ്രവർത്തിപ്പിക്കുന്നത് സ്വകാര്യ ഏജൻസിയാണ്. അവിടെ സമയാസമയം സർവീസും കാര്യങ്ങളും നടത്തുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വരാറില്ല. മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ ഈ ലിഫ്റ്റ് ക്രമീകരിക്കുന്നതിനുള്ള ജീവനക്കാരുണ്ടായില്ല. എല്ലാ ലിഫ്റ്റുകളിലും ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരാരും ഈ ഡ്യൂട്ടി ചെയ്യുന്നതായിട്ട് ഞങ്ങളുടെ അറിവിൽ കാണാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും ഒരു 2 സ്ഥലങ്ങളിൽ ഡ്യൂട്ടിക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുണ്ടാവും. ഒന്ന് കാഷ്വാലിറ്റിയിലും ഒന്ന് മെയിൻ എൻട്രൻസിൻ്റെ ലിഫ്റ്റിലും. ഈ 2 ലിഫ്റ്റ് ഒഴിച്ച് ബാക്കി 10-18 ലിഫ്റ്റുകളിലും ജീവനക്കാർ യഥാസമയം വന്ന് ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ള സൂപ്രണ്ട് പറഞ്ഞത് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സൂപ്രണ്ടിന്, അത് മാത്രമല്ല സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ തൊട്ട് അപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പോകാൻ ഉപയോഗിക്കാൻ പറ്റുന്ന താങ്കൾ പറയുന്നത് ആ സമയത്ത് കേടായിരുന്നു, ലിഫ്റ്റ് പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്നത് സൂപ്രണ്ട് പറയുന്ന ഒരു പച്ചക്കള്ളമാണ് എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ലിഫ്റ്റ് കുടുങ്ങിയത് പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ച അപകടം എന്നാണോ? ഇനി അഥവാ അങ്ങനെയാണെങ്കിലും അവിടെ സാധാരണ ആളുകൾ വരേണ്ട തിരക്കുള്ള ഒരു സ്ഥലമാണ് ഓർത്തോ ഒ പി എന്ന് പറയുന്നത്. അവിടെ രോഗികൾ വരും, അവിടെ താഴെ തന്നെ ആളുകൾ ഇരിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ഉണ്ടാകും. അപ്പോൾ ഇവരാരെങ്കിലും ഒരാൾ അറിയില്ലേ ലിഫ്റ്റ് അവിടെ കുടുങ്ങി കിടക്കുന്നത്? അല്ല, ഈ ലിഫ്റ്റ് 1-2 നിലകളിൽ കാർഡിയോളജിയും ഓർത്തോയും ആണ് പ്രവർത്തിക്കുന്നത്. ഈ ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കാർഡിയോളജി വിഭാഗത്തിലെ ഓർത്തോയിലെ അവർക്ക് നടന്ന് സ്റ്റെപ്പ് കയറി പോകാൻ പറ്റാത്തവരാണ്. പക്ഷേ ഈ ശനിയാഴ്ച 12 മണിക്ക് ലിഫ്റ്റ് ഇങ്ങനെ നിന്ന് പോയിട്ട് പോലും ഇത്രയും അധികം രോഗികൾ എങ്ങനെ ഈ സ്റ്റെപ്പ് കയറി പോവുകയും വരികയും ചെയ്തു എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. കാര്യം ഈ കാലൊടിഞ്ഞും നട്ടലിന് ഒടിവ് പറ്റും സ്ട്രെച്ചറിൽ കൊണ്ടുപോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവിടെ മറ്റ് ഈ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഒ പിയിലെയും മെഡിസിനിലെയും ഒരു ലിഫ്റ്റ് അങ്ങേ അറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു മറ്റ് ഈ രോഗികൾ മുഴുവൻ അതിനെ ആശ്രയിച്ചു പോയി. എന്നാൽ പോലും എല്ലാ ലിഫ്റ്റുകളിലും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുണ്ട്. ഇത് 8 മണിക്ക് തുടങ്ങി 3 മണിക്ക് അവസാനിക്കുമെന്നാണ് ഒ പി. ചില ഒ പികൾ 5 മണി വരെ ഉണ്ട്. എന്ത് തന്നെയായാലും 6 മണിക്ക് ഈ ലിഫ്റ്റുകൾ
പൂട്ടി സാർജന്റ് വന്ന് പരിശോധിച്ച് ഇത് സെക്യൂരിറ്റി ഓഫീസിൽ ഇതിന്റെ താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ് നിയമം. ഇവിടെ ഒരാളും തന്നെ ജോലിക്ക് വരാത്തത് കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്നില്ല, മനസ്സിലായി. പൂട്ടുന്നു.